hello everyone, good evening. Welcome to India's first animated live tuition. I welcome all of you to 90 Plus My Tuition app. So very warm welcome to you all. Good evening. കേൾക്കുന്നുണ്ടോ? Am I audible? കേൾക്കുന്നുണ്ടോ? Yes, good evening everyone. Good evening, good evening, good evening. Okay, so good evening everyone. Yes, turn on your videos and be ready for today's session. Yes, so good evening Vaiga. എല്ലാവർക്കും good evening. Yeah. Okay. ശരി. So Rinsha is here, Sangeet is here, പിന്നെ ആരാ? സ്വാതി ഉണ്ട്, ഷാനൻ ഉണ്ട്, ജസ്മി, അളകനന്ദ, ജോയൽ, ജോഷ. ഓക്കെ ഓക്കെ ഫൈൻ. എല്ലാവരും വീഡിയോസ് ഒക്കെ ഓൺ ചെയ്യാം. പലരും വീഡിയോ ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. വാട്ട് ഹാപ്പൻഡ്? ഓക്കെ, പലരും വീഡിയോ ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. യെസ്. ഓക്കെ, സോ ഷാൽ വി സ്റ്റാർട്ട് ഗൈസ്? ഇന്ന് സ്കൂളിലൊക്കെ പോയ എല്ലാവരും? ക്ലാസ് ഉണ്ടായിരുന്നോ? നോ. ഓക്കെ, സോ സിൻസ് ഇറ്റ്സ് സാറ്റർഡേ നിങ്ങൾക്ക് പലർക്കും അവധിയായിരിക്കും അല്ലേ? ആ ഓക്കെ ഫൈൻ. നമുക്ക് എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അതല്ലേ നല്ലത്? ആണോ വൈക? നമുക്ക് എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്തിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഇനി ആരാ വീഡിയോ ഓൺ ചെയ്യാനുള്ള? ആ, അളകനന്ദ എല്ലാരും ഉണ്ട്. ഷാനൻ വീഡിയോ ഓൺ ചെയ്തേ. ഫാത്തിമത്ത്. ഇതിനകത്ത് ആരെങ്കിലും ആദ്യമായിട്ട് ക്ലാസ് ജോയിൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇനി ന്യൂ സ്റ്റുഡൻസ് ഉണ്ട്. ഫാത്തിമത്ത് ഉണ്ട്. ഫാത്തിമത്ത് ഞാൻ കണ്ടു ആദ്യേ ജോയിൻ ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു അല്ലേ? ശരി. ഫാത്തിമത്ത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ, എവിടുന്നാ വരുന്നേ എന്നൊക്കെ ഒന്ന് പറഞ്ഞേ, കേക്കട്ടെ. ബാക്കി ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് പരിചയപ്പെടട്ടെ. പറഞ്ഞു. ഫാത്തിമത്ത് കണ്ണൂരാണ്. പിന്നെ ഏത് സ്കൂളിലാ പഠിക്കണേ? ഓക്കെ ഫൈൻ. ഏതാ ഇഷ്ടമുള്ള സബ്ജക്ട്? ഏതാ? ഒന്നും ഇഷ്ടമല്ല എന്നാണോ? പിന്നെ ഇംഗ്ലീഷ് ഇഷ്ടമാണ്. പിന്നെ സയൻസ് സബ്ജക്ട്സ് ഒന്നും ഇഷ്ടമല്ല? കെമിസ്ട്രി ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ മിസ്സിനോട് പറഞ്ഞേക്കാം കേട്ടോ. ശരി ശരി. യാ ഓക്കെ. വേറെ ഏതെങ്കിലും പുതിയ കുട്ടികളുണ്ടോ ഇവിടെ? എന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ? 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 അളകുന്നത് എന്നെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. പിന്നെന്താ പരിചയപ്പെടാഞ്ഞ? പറഞ്ഞോ, ഇൻട്രൊഡ്യൂസ് ചെയ്തോ, കേക്കട്ടെ. അളകനന്ദ. പിന്നെ പിറവം. ഓക്കെ ഓക്കെ. ഏ സ്കൂളില്? വരെ. ഓക്കെ ശരി. പിന്നെ ഏതാ ഇഷ്ടമുള്ള സബ്ജക്ട്? ഏതാ? ഇംഗ്ലീഷ്. എല്ലാവർക്കും ഇംഗ്ലീഷ് ആണല്ലോ ഇഷ്ടം. നല്ല നല്ല കേട്ടോ. ഓക്കെ ശരി ശരി. യാ സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. റെഡി ആണോ എല്ലാരും? ഓക്കെ. സോ ഒരു കാര്യം പറഞ്ഞോട്ടെ, പുതിയ കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് നമ്മള് 4th ചാപ്റ്റർ ആണ് ഇപ്പൊ പഠിക്കുന്നത് കേട്ടോ. ടുഡേ വി സ്റ്റാർട്ട് 4th ചാപ്റ്റർ വിച്ച് ഇസ് ഗ്രാവിറ്റേഷൻ. ഓക്കെ. സോ നിങ്ങൾക്ക് ലോസ് ഓഫ് മോഷൻ തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ അപ്പൊ നിങ്ങൾ രണ്ടുപേര് കേട്ടിട്ടുണ്ടാവില്ല, ഇന്ന് കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ക്ലാസ് ടീച്ചറിനോട് ഒന്ന് മെസ്സേജ് അയച്ച് ചോദിക്കുക കേട്ടോ. സോ ദാറ്റ് ദേ വിൽ സെൻഡ് യു ദ റെക്കോർഡഡ് ലിങ്ക്സ്. ഫൈൻ. ഓക്കെ. എന്നിട്ട് ആ വീഡിയോ 2 ക്ലാസ്സേ ഉള്ളൂ, ആ ചാപ്റ്റർ തീർക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. സോ അതുകൊണ്ട് അതൊന്നും എല്ലാവരും കാണണം കേട്ടോ. ഓക്കെ. സോ പുതിയ കുട്ടികളെ ശ്രദ്ധിക്കുക, ജസ്റ്റ് ചോദിച്ചാൽ മതി, ആ ലിങ്ക് അയച്ചു തരും കേട്ടോ. ഓക്കെ. സോ അതുകൊണ്ട് നിങ്ങൾക്ക് മിസ്സാവൊന്നും ആവില്ല. ഫൈൻ. യെസ്. സോ ജസ്റ്റ് റൈറ്റ് ദ ഹെഡിങ് എവ്രി വൺ. Write the name of the new chapter, which is chapter number 4, gravitation. Chapter number 4, gravitation. Yes, ഇതാണ് നമ്മുടെ 4th chapter. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ 4th chapter ആണ് ഇത് കേട്ടോ. 20 marks. ഓക്കെ ജസ്റ്റ് വെരി ഗുഡ്. ഏത് എക്സാമിന്റെ? കഴിഞ്ഞ എക്സാമിന്റെ ആണോ? ഈ എക്സാമിന്റെ മാർക്ക് കിട്ടിയോ? എത്ര ഉണ്ട്? എത്രല്ല? മാർക്ക് കുറഞ്ഞല്ലോ. എന്തുപറ്റി? ഞാൻ ലേറ്റ് ആയിട്ടാ ജോയിൻ ചെയ്തത് അല്ലേ? ആണോ? അവസാനം അങ്ങാണ്ടാ ജോയിൻ ചെയ്തത്, അതുകൊണ്ടാ. ഫൈൻ. ഓക്കെ ശരി. സ്വാതിക്ക് മാർക്ക് വന്നിട്ടുണ്ട് 35 out of 40. ഓക്കെ വെരി ഗുഡ്. ഓക്കെ ഗുഡ് ഗുഡ്. ശരി. യെസ്. സോ ഗ്രാവിറ്റേഷൻ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ചാപ്റ്റർ, ഗ്രാവിറ്റേഷൻ.
യാ സോ ഈ ചാപ്റ്ററിൽ കുറെ ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ലൈക്ക് ദ പ്രീവിയസ് വൺ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഫിസിക്സ് ആണ്, ഇക്വേഷൻസ് ഇല്ലാത്ത ചാപ്റ്റേഴ്സ് ആകത്തെ ആ ഫസ്റ്റ് ചാപ്റ്റർ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളതിനകത്തൊക്കെ ഇതുപോലെ കുറെ ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ആ ഒരു സീരിയസ്നെസ്സോട് വേണം ക്ലാസ്സിലിരിക്കാൻ. ഓക്കെ ഫൈൻ. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ക്ലാസ് പോലും മിസ് ചെയ്യരുതെന്ന്. ഒരിക്കൽ ഒരു ദിവസം ഒക്കെ ആബ്സെന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ ആയിരിക്കും ചിലപ്പോൾ തീരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ആ ഓക്കെ. അതുകൊണ്ട് എന്തിനാ ചിരിക്കുന്ന എല്ലാരും? ലീവ് എടുക്കാൻ പ്ലാൻ ഉള്ളവരൊക്കെ ലീവ് എടുക്കണ്ട കേട്ടോ. ഓക്കെ യാ ശരി. സോ ഫാത്തിമത്തെ തുടങ്ങാം. ഫാത്തിമത്തെ ഒരു നല്ല ദിവസമാണ് കേറിയേക്കുന്നത്. ഒരു ചാപ്റ്റർ തുടങ്ങുന്ന ദിവസം. അളകനന്ദ കേട്ടോ. തുടങ്ങാം. റെഡി ആണോ? സോ ഹാവ് യു ഹേർഡ് അബൌട്ട് ദ വേർഡ് ഗ്രാവിറ്റേഷൻ? എത്ര പേര് കേട്ടിട്ടുണ്ട് ഗ്രാവിറ്റേഷൻ എന്നും? ഒരു ഐഡിയ ഉണ്ടോ? മുന്നേ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പൊ സ്വാതി എന്ന് പറഞ്ഞ എന്തുവാണ് ഗ്രാവിറ്റേഷൻ? എന്തോ ഒരു ഐഡിയ. ജസ്റ്റ് ടെൽ മീ ദി ഐഡിയ. ഓക്കെ, വലിയ തിയറി ഒന്നും പറയണ്ട. കണ്ടുപിടിച്ചത് ആണോ? കണ്ടുപിടിച്ചത് ഓക്കെ. അങ്ങനെയൊന്നും പറയണ്ട. എന്നാലും ഓക്കെ. നമ്മുടെ ഡെയിലി ലൈഫിൽ ഗ്രാവിറ്റേഷൻ തിയറി നമുക്ക് കാണാൻ പറ്റാറുണ്ടോ? ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് ആണ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഈ ഗ്രാവിറ്റേഷൻ നമ്മൾ ഡെയിലി ലൈഫിൽ കാണാറുണ്ടോ? ഫീൽ ചെയ്യാറുണ്ടോ? ഇല്ലേ? സ്വാതി ഒരു സാധനം മേളിലോട്ട് എറിഞ്ഞാൽ അത് എങ്ങോട്ടാ പോന്നെ? പറന്നങ്ങ് പോകും മേളിലോട്ടാണോ? പോയിട്ട് തിരിച്ചു വരുവോ? അതെന്തുകൊണ്ടാ വരുന്നേ? അതാ പറഞ്ഞേ. അതല്ലേ ഞാൻ ചോദിച്ചേ. നമ്മുടെ ഡെയിലി ലൈഫില് ഉണ്ടെന്നാ പറഞ്ഞേ. ഓ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവോ? ഉണ്ടെന്ന് പറയണ്ടേ? ഓക്കെ ശരി. യാ സോ ഗ്രാവിറ്റേഷൻ മീൻസ് നമ്മുടെ ഏതൊരു ഒബ്ജക്റ്റും താഴോട്ട് വരാനൊരു ടെൻഡൻസി നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഇപ്പോൾ എന്തൊരു സാധനമാണേലും ജോയിലെ പടം നമുക്ക് പിന്നെ വരയ്ക്കാം കേട്ടോ. ബുക്കിന്റെ അറ്റം കളർ ചെയ്തോണ്ടിരിക്കുക. ഇതൊക്കെ കഴിഞ്ഞാ ഞാൻ ഇവിടെ വന്നേ കേട്ടോ. നോക്കിയേ, തിരിച്ചോണ്ടിരിക്കുക. ശരി. ഇപ്പൊ ഏതൊരു സാധനം ആണെങ്കിലും അത് താഴോട്ട് വരാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. ആണോ? Is it? So that means our earth is actually attracting all the objects towards them. നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ എന്തൊരു സാധനം ഗ്രൗണ്ടിലോട്ട് വരിക അല്ലെ എർത്തിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഏതൊരു ഒബ്ജക്റ്റും എർത്തിലോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ എർത്ത് ഇസ് ആക്ച്വലി അട്രാക്ടിങ് ദം. ഇസ് ഇറ്റ്? ആണോ? അട്രാക്ട് ചെയ്യുക. വെറുതെ ഒരാളെ അട്രാക്ട് ചെയ്യാൻ പറ്റുമോ? വെറുതെ നമുക്ക് ഒരാളെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഇസ് ഇറ്റ്? ഓക്കെ. സോ ആ ഒരു ഫോഴ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? Gravitational force. Okay, or we call it as force of gravity. So we can write this. We know that earth attracts all objects. എല്ലാ ഒബ്ജക്റ്റിനെ earth attract ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി എന്ത് വേണം? ഒരു ഫോഴ്സ് വേണം. എല്ലാത്തിനെയും സെന്ററിലോട്ടാണ് അട്രാക്ട് ചെയ്യുന്നത്. and we call this type of force as force of gravity, or we can also call it as gravitational force. എന്താ വിളിക്കുന്നത്? Gravitational force. ഏതൊരു ഒബ്ജക്റ്റിനെയും എർത്തിലോട്ട് വിളിക്കുക. അല്ലെ നമുക്ക് പറയാം ഏതൊരു ഒബ്ജക്റ്റും തമ്മിലും അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതൊരു ഒബ്ജക്റ്റും തമ്മിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എർത്ത് എല്ലാ ഒബ്ജക്റ്റിനെയും എങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്? സെന്ററിലോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. സോ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ എഴുതി വെച്ചേ. They'll ask you define force of gravity. Define. സംഗീത് പറഞ്ഞ ശരിയാട്ടോ. Okay, a force which tries to pull two objects towards each other or towards the earth, we call it as force of gravity. Yes. മനസ്സിലായോ? എല്ലാവർക്കും പിടി കിട്ടിയോ? എന്നാ സംഭവം കിട്ടിയോ? ശരി. എഴുതി കഴിഞ്ഞാൽ അന്നേരം ഡൺ എന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ചാറ്റ് ബോക്സ് ഒക്കെ എവിടാന്നൊക്കെ എല്ലാവർക്കും അറിയാനൊക്കെ പറ്റും.
എല്ലാവരും ചാറ്റ് ബോക്സ് ഒക്കെ കണ്ടുപിടിക്കുക എവിടെ, എസ്പെഷ്യലി ന്യൂ സ്റ്റുഡൻസ്. എവിടെയാ ചാറ്റ് ബോക്സ് ഇരിക്കുന്നത്? കമന്റ് ബോക്സ്. ആ പറഞ്ഞോ, എവിടുന്നാ? അതാ ഞാൻ പറഞ്ഞ, ഒരു അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ട്. ഏതൊരു ഒബ്ജക്റ്റും വേറൊരാളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ എർത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാ, അല്ലെ? ഒബ്ജക്റ്റുകൾ തമ്മിൽ അറ്റ്മോസ്ഫിയർ ഉള്ളതിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാ. മനസ്സിലായോ? യെസ്, ഫൈൻ. ഓക്കെ, സോ ഷാൽ വി പ്രൊസീഡ് ചെയ്യാം. സോ വി നോ ദാറ്റ് വെൻ വി അപ്ലൈ ഓർ വെൻ വി ത്രോ സംതിങ് അപ്വേർഡ്സ്, നമ്മൾ ഒരു സാധനത്തിനെ മേളിലോട്ട് എറിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്പീഡ് കുറഞ്ഞു പോകും, അല്ലെ? ആണോ? മേളിലോട്ട് പോകുന്തോറും അതിന്റെ സ്പീഡ് കുറയും. സോ വി ക്യാൻ സേ ദാറ്റ് സ്പീഡ് ഓഫ് ദ ബോൾ ഡിക്രീസസ്. ഒരു സാധനം മേളിലോട്ട് പോകുന്തോറും അതിന്റെ സ്പീഡ് കുറഞ്ഞു വരും. അതാ കുറച്ചു നേരം കഴിയുമ്പോ തിരിച്ചു വരും, അല്ലേ? ആണോ? സ്പീഡ് കുറഞ്ഞ് 0 ആയി കഴിയുമ്പോൾ അതിന് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. സ്പീഡ് കുറഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റില്ല, എയറിന്റെ ഇടയ്ക്ക് നിൽക്കില്ല, അപ്പൊ തിരിച്ച് താഴോട്ട്, അല്ലെ? തിരിച്ച് താഴോട്ട് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ മേളിൽ നിന്ന് ഒരു സാധനം ഡ്രോപ്പ് ചെയ്താലോ? ഇഫ് യു ആർ ഡ്രോപ്പിംഗ് സംതിങ്, ഡ്രോപ്പ് ചെയ്യുമ്പോ ആ ഒബ്ജക്റ്റിന്റെ സ്പീഡ് എങ്ങനെയാ? കൂടും, ആണോ? കൂടും. So we can say that speed of the ball increases. മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലേ, ഇതിനെ താഴോട്ട് എന്തായാലും പിടിച്ചു വലിക്കും ഒരാള്. അപ്പൊ അതിനോടത്തെ സ്പീഡും കൂടും, അല്ലെ? സ്പീഡ് കൂടും. നമ്മളൊരു സാധനം മേളിലോട്ട് എറിയുമ്പോ അതിന്റെ കൂട്ടത്തിൽ ഗ്രാവിറ്റി എന്ന് പറയുന്ന ആള് ഇതിനെ താഴോട്ട് കൊണ്ടുവരാനാണ് നോക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? സ്പീഡ് കുറഞ്ഞു പോകും, അല്ലെ? ഓപ്പോസിറ്റിൽ ഒരാൾ ഇങ്ങനെ വലിക്കുക, താഴോട്ട് അത് ഈ മേളിലോട്ടല്ല പോണ്ടേ, താഴോട്ടാ വരണ്ടേ, അപ്പൊ സ്പീഡ് കുറയും. ഓക്കെ, സോ നൗ ഇഫ് യു ത്രോ സംതിങ് ഡൗൺവേർഡ്സ്, ഒരു സാധനം താഴോട്ട് നമ്മൾ എറിയുവാണെങ്കിൽ എന്ത് സംഭവിക്കും? സുഖമായില്ലേ? താഴോട്ടല്ലേ ഫോഴ്സും, ആണോ? രണ്ടും താഴോട്ടാ. അപ്പൊ എന്ത് വരും? സ്പീഡ് വിൽ ഇൻക്രീസ്. ഓക്കെ, സ്പീഡ് വിൽ ഇൻക്രീസ്. യെസ്, ഓക്കെ. സോ ഇതൊന്ന് എഴുതിക്കേ എല്ലാരും, ഇതൊന്ന് എഴുതിക്കേ. സ്പീഡ് കുറയും. ഓക്കെ, മേലോട്ട് എറിഞ്ഞാൽ സ്പീഡ് കുറയും, താഴോട്ട് എറിഞ്ഞാൽ സ്പീഡ് കൂടും. വെരി ഇമ്പോർട്ടന്റ്, ബിക്കോസ് ദർ ഇസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇതോട്ടാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, സോ ന്യൂട്ടൺ ആലോചിച്ചു, ഇതെന്താണ് ഈ ഗ്രാവിറ്റേഷൻ? ഇതിനൊരു വാല്യൂ വേണ്ടേ? Is it we just told that okay we have force of gravity or gravitational force എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിന് ഇനി നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവാം. Okay, we are going to find the equation for gravitational force. അപ്പോഴാണ് ന്യൂട്ടൺ ഒരു ദിവസം ഇരുന്നപ്പോ ന്യൂട്ടന്റെ തലയിൽ ഇങ്ങനെ ഒരു ആപ്പിൾ ഒക്കെ വീഴുന്നു. അപ്പൊ പുള്ളി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആലോചിക്കാനൊക്കെ തുടങ്ങി. ഓക്കെ, അങ്ങനെയാണ് പുള്ളി ഒരു ലോ കണ്ടുപിടിച്ചു, which is called as universal law of gravitation. എന്താ പറയുന്നത്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഈ ഹെഡിങ് എല്ലാരും ഒന്ന് എഴുതിക്കേ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. വെരി ഇമ്പോർട്ടന്റ്. ഇതില്ലാതെ ഈ ചാപ്റ്റർ ഇല്ല കേട്ടോ, ഇതില്ലാതെ ഇതൊരു ചാപ്റ്റർ ഇല്ല. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. പഠിച്ചാലോ? റെഡിയാണോ? Simple laws ആണ്, very simple law. Just look here guys, I have got two objects here, object 1 and object 2. Look here, എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്, രണ്ട് ഒബ്ജക്റ്റ്. ആദ്യത്തെ ഒബ്ജക്റ്റിന്റെ മാസ് കൊടുത്തിട്ടുണ്ട് m1, കാണുന്നുണ്ടോ? ഒബ്ജക്ട്സിനൊക്കെ മാസ് ഇല്ലേ? അപ്പൊ ഫസ്റ്റ് ഒബ്ജക്റ്റിന്റെ മാസ്, ജെറിനെ ഇങ്ങോട്ടാ നോക്കുന്നേ? കഴിക്കുവാണോ? ഇങ്ങോട്ട് നോക്കി കഴിച്ചോ, കുഴപ്പമില്ല. ഓക്കെ, ആദ്യത്തെ ഒബ്ജക്റ്റിന്റെ മാസ് m1,
രണ്ടാമത്തെ ഒബ്ജക്റ്റിന്റെ മാസ് m2. യാ, രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്, രണ്ട് ഒബ്ജക്റ്റിന്റെ മാസ് m1 m2. ഇവരുടെ സെന്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് d. ഓക്കെ, സെന്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് d. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇവര് തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടെന്ന്. ആണോ? ഏതൊക്കെ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലും ഇവര് തമ്മിൽ ഒരു അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഫോഴ്സിനെ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോകും. എല്ലാരും ശ്രദ്ധിക്കുക, ഇതില്ലാതെ ഈ ഒരു ചാപ്റ്റർ ഇല്ല. സോ വിച്ച് ഇസ് F ആണ് നമ്മുടെ ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു universal law of gravitation, according to this universal law of gravitation, this gravitational force is proportional to, and it is proportional to product of their masses. ഏതൊക്കെ ഇവിടുത്തെ മാസസ്? m1 m2 അല്ലേ? ആണോ? അവരുടെ പ്രൊഡക്റ്റ്. സോ ദാറ്റ് ഈസ് m1 into m2. ഓക്കെ, F is proportional to m1 into m2. മനസ്സിലാവുന്നുണ്ടോ? It is proportional to m1 into m2. Yes, okay. അതേപോലെ തന്നെ ഈ ഫോഴ്സ് it is proportional to, നോക്കിക്കേ, it is proportional to, അല്ലെങ്കിൽ നമുക്ക് വേറെ പേര് വിളിക്കാം, it is inversely proportional to. Okay, it is inversely എന്ന് പറയുമ്പോൾ എന്ത് വരാം? 1 by. ഇൻവേഴ്സ്ലി ഒരാൾ ന്യൂമറേറ്ററിലും ഒരാൾ ഡിനോമിനേറ്ററിലും പറയുന്നത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, it is inversely proportional to square of the distance. ഇവിടുത്തെ ഡിസ്റ്റൻസ് ഏതാ? d അല്ലേ? അതിന്റെ സ്ക്വയർ. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. So this gravitational force is proportional to square of their masses. എന്താ? സ്ക്വയർ. So that is m1 into m2. ഇവിടെ m1 ഉം ഇവിടെ m2 ആണ് മാസുകൾ. അപ്പൊ അതിന്റെ പ്രൊഡക്റ്റ് എടുക്കുക. ഇതേ ഫോഴ്സ് തന്നെ it is proportional, or we can say it is inversely. Inversely എന്ന് പറയുമ്പോൾ proportionality സൈൻ ഇട്ടിട്ട് 1 by എന്ന് എഴുതണം. ഒന്നും മനസ്സിലാവുന്നില്ലേ? എന്താ മനസ്സിലാവാത്തെ? Okay, so this universal law of gravitation പറയുമ്പോൾ gravitational force is proportional to product of their masses. ഇവിടുത്തെ masses ഏതൊക്കെയാ? m1 m2 അല്ലേ? അപ്പൊ പ്രൊഡക്റ്റ് എടുക്കുക, m1 into m2. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിസ്റ്റൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ പ്രൊപ്പോർഷണാലിറ്റി ഇട്ടിട്ട് 1 by എന്ന് എഴുതണം. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് അല്ല, സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്, d സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതിന് എന്ത് മനസ്സിലാക്കാം? ആദ്യത്തെ കേസിൽ മാസ് കൂടിയാൽ ഫോഴ്സും കൂടും അല്ലെ? രണ്ടുപേരും ന്യൂമറേറ്ററിലല്ലേ? ഒരാൾ കൂടിയാൽ മറ്റേ ആളും കൂടും. ഇയാളുടെ കാര്യം എങ്ങനെയായിരിക്കും? ഇയാളുടെ കാര്യം എന്താ? ഇയാൾ കൂടിയാ മറ്റേ ആൾ കുറയും അല്ലെ? ഇയാൾ കൂടിയാ മറ്റേ ആൾ കുറയും, ഇയാൾ കുറഞ്ഞാ മറ്റേ ആൾ കൂടും. മനസ്സിലായോ? ഓക്കെ, സോ അതാണ് ആദ്യത്തെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഒരാൾ കൂടുമ്പോൾ മറ്റേ ആളും കൂടും ഒരേപോലെ. ഇതെന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ കൂടുമ്പോൾ മറ്റേ ആൾ കുറയും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഒരാൾ കൂടുമ്പോൾ മറ്റേ ആൾ കുറയും, അല്ലെ ഒരാൾ കുറഞ്ഞാൽ മറ്റേ ആൾ കൂടും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതിനാണ് നമ്മൾ ഇൻവേഴ്സ്ലി. സോ വിൽ സേ ഇറ്റ് ആസ് 1 by. ഓക്കെ, ഗോട്ട് ഇറ്റ്? അപ്പൊ ഇവരെ രണ്ടുപേരുടെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിങ്ങളൊന്ന് നോക്കിക്കേ. ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിക്കേ, രണ്ട് എഫ് എന്നല്ലേ കിടക്കണേ? ആണോ? എഫ് പ്രൊപ്പോർഷണൽ ടു എഫ് പ്രൊപ്പോർഷണൽ, രണ്ടുപേരും എഫ് അല്ലേ? അപ്പൊ നമുക്ക് ഇവരെ ഒന്ന് കമ്പൈൻ ചെയ്താലോ? കമ്പൈൻ ചെയ്യാം, രണ്ട് എഫ് അല്ലേ? അപ്പൊ നമ്മൾ കമ്പൈൻ ചെയ്യാൻ പോവാണ്. കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു ന്യൂമറേറ്ററിലെ m1 into m2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആരാ ഉള്ളത്? d സ്ക്വയർ അല്ലേ? ആണോ? ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ ഒരു 1 byയുടെ താഴെ ഒരു d സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇവിടെ d സ്ക്വയർ. രണ്ടുപേരെ ഞാൻ ഒറ്റ ഇക്വേഷൻ ആണ്. ഓക്കെ, സോ ഈ രണ്ട് ഇക്വേഷൻ മനസ്സിലാക്കുക. എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ് m1 into m2. നൗ എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു 1 by d സ്ക്വയർ. നോക്കുമ്പോൾ രണ്ട് എഫ് ആയതുകൊണ്ട് ഞാൻ ഒറ്റ ഇക്വേഷൻ ആക്കുവാണ്. എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു ന്യൂമറേറ്ററിലുള്ളവരെ ന്യൂമറേറ്ററിലും, ഈ 1 പിന്നെ ഇമ്പോർട്ടന്റ് ആണോ? ഇമ്പോർട്ടന്റ് ആണ്. 1 അത് വിട്ടിട്ട് ബാക്കി ഡിനോമിനേറ്ററിലുള്ളതിനെ മറ്റേതിന്റെ ഡിനോമിനേറ്ററിലോട്ടും എഴുതി കേട്ടോ. ഓക്കെ, സോ ഒരാൾ ചോദിക്കുകയാണ്, മിസ് എന്താ ഈ രണ്ടുപേര്? അത് രണ്ട് ഒബ്ജക്റ്റാ. രണ്ട് ഒബ്ജക്ട്സുകൾ വേണ്ടി അട്രാക്ട് ചെയ്യണമെങ്കിൽ ഒരാൾ തന്നെ ഒരാളെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്, അതാണ് രണ്ട് കേട്ടോ, m1 m2 എന്നൊക്കെ പറയുന്നത്.
ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ, എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു m1 into m2 by d സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ വെച്ച് പ്രോബ്ലം എപ്പോഴും ചെയ്യാൻ പറ്റുമോ? പ്രൊപ്പോർഷണാലിറ്റി വെച്ച് നിങ്ങൾ ഏതെങ്കിലും ഇക്വേഷൻ വെച്ച് പ്രോബ്ലം ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഇല്ല. നമുക്ക് ഈക്വൽ ടു വേണ്ടേ? ഈക്വൽ ടു ഉണ്ടെങ്കിലല്ലേ ഇത് കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ ഈക്വൽ ടു ആണെങ്കിൽ എന്തെഴുതണം? എഫ് ഇസ് ഈക്വൽ ടു, സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, തേർഡ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ ടു സൈനിലോട്ട് എഴുതുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് വരും. ഇവിടുത്തെ കോൺസ്റ്റന്റ് ആണ് ജി, ക്യാപിറ്റൽ ജി. അതാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ജി. ബാക്കി പിന്നെ അതുപോലെ എഴുതിക്കോ, m1 m2 by d സ്ക്വയർ. ഓക്കെ, m1 m2 by d സ്ക്വയർ. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു സൈൻ വരുമ്പോൾ വെറുതെ ഈക്വൽ ടു ഇടരുത്, അവിടെ ഒരു കോൺസ്റ്റന്റ് വരും, which is capital G here. Okay, and we call that G as gravitational constant. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ, അതിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ഈ ലോകത്ത് യൂണിവേഴ്സിൽ ഫുള്ള് ആ ഒരു വാല്യൂ കേട്ടോ, യൂണിവേഴ്സിൽ ഫുള്ള് ആ വാല്യൂ. അപ്പൊ ഇതൊന്നും എല്ലാരും ഒന്ന് എഴുതിക്കേ, ഇക്വേഷൻ ഞാൻ പിന്നെ കാണിക്കാം. ഇതെല്ലാരും ഒന്ന് എഴുതിക്കേ. ഓൾ ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ, they attract each other, so this force is directly proportional to the product of their masses. This is a statement. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ എഴുതണം കേട്ടോ, ഈ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ എഴുതണം. ഇതൊരു ലോയാ. യെസ്, ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ്. അപ്പൊ നിങ്ങൾ ഈ ഫിഗർ രണ്ടും വരയ്ക്കുക. m1 m2 ഒക്കെ എവിടുന്ന് വരുന്നു എന്നൊക്കെ അടുത്ത ദിവസം എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവത്തില്ല ഈ m1 m2 എവിടുന്ന് വന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ഒബ്ജക്റ്റ് വരയ്ക്കുക. എന്നിട്ട് ഒരാൾക്ക് m1 ഒരാൾക്ക് m2, ഇവർ നമ്മുടെ സെന്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അറ്റങ്ങൾ തമ്മിലല്ല, ഒരാളുടെ സെന്ററും മറ്റേ ആളുടെ സെന്ററും തമ്മിൽ d ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, ഓക്കെ, d ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഒരു ഇക്വേഷൻ എഴുതാൻ പോവാം. അപ്പൊ ഇത് ഈ സ്ലൈഡ് എല്ലാവരും ഒന്ന് എഴുതിക്കേ, then I will show you the equation. Yes. ജോയലിനെ ജോഷുവയുടെ അവിടെ നോട്ട്ബുക്ക് ലാഭിക്കാനാണോ? ഒരാളെ എഴുതുന്നുള്ളോ? നോട്ട്ബുക്കും പേനയും ലാഭിക്കാൻ വേണ്ടി ഒരാളെ എഴുതുന്നുള്ളൂ. എന്തുവാ ഇത്? നോട്ട് എഴുതിക്കേ. എഴുതിയോ ഇത്ര പെട്ടെന്ന്? അതോ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ എഴുതും, എഴുതാൻ പറയുമ്പോ നോക്കിയിരിക്കും. Completed. So now we are going to see the equation. കേട്ടോ, ഇക്വേഷൻ കാണാൻ പോവാണ്. അപ്പൊ മുന്നേ പറഞ്ഞു f is directly proportional to the square of the distance അല്ലേ? അപ്പൊ f is proportional to m1 into m2. It is inversely proportional to the square of the distance. അപ്പൊ f is proportional to 1 by d square. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ നോക്കിക്കേ, രണ്ടുപേരുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ് നോക്കിക്കേ. അതുകൊണ്ട് ഞാൻ അവരെ രണ്ടുപേരെ ഒറ്റ ഇക്വേഷൻ ആയിട്ട് കമ്പൈൻ ചെയ്യാൻ പോവാ. അങ്ങനെയാണ് f is proportional to m1 into m2 by d square എന്ന് വരുന്നത്. ഓക്കെ, f is proportional to m1 into m2 divided by d square എന്ന് വന്നു. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി അവിടെ ഈക്വൽ ടു സൈൻ വരുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് വരും. ഓക്കെ, so that is f is equal to g into m1 into m2 by d square. ഈ ജിക്ക് ഒരു പേരുണ്ട്, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റാ എല്ലായിടത്തും ഈ വാല്യൂ. എർത്ത് മാത്രമല്ല, മൂണിൽ പോയാലും ഇതിന് ഒരേ വാല്യൂ തന്നെ, ചേഞ്ച് ചെയ്യുന്നില്ല. ഈ ഫുൾ യൂണിവേഴ്സിൽ ഇതാണ് വാല്യൂ. ഏതാ വാല്യൂ? ഇതാണ് വാല്യൂ. 6.67 into 10 raised to minus 11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഇതാണ് ജിയുടെ വാല്യൂ കേട്ടോ. അപ്പൊ ഈ വാല്യൂ എല്ലാവരും കാണാപ്പാടം പഠിക്കണം കേട്ടോ. ഓക്കെ, ചിലപ്പോ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, ചിലപ്പോ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ വരുമ്പോ ടേക്ക് ജി ആസ് 6.67 എന്നൊക്കെ പറയും. എന്നാലും തന്നില്ല എങ്കിൽ മിസ് ഇത് ഞങ്ങളോട് കാണാപ്പാടം പഠിക്കാൻ പറഞ്ഞില്ല എന്നൊന്നും പറയരുത് കേട്ടോ. ഇത് പഠിക്കേണ്ട വാല്യൂ കേട്ടോ, ജിയുടെ വാല്യൂ.
ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ വേറൊരു ജി വരും, അതൊരു സ്മോൾ ലെറ്റർ ജി ആ. ഓക്കെ, സ്മോൾ ലെറ്റർ ജി. അപ്പൊ ഇവിടെ ഒരു ക്യാപിറ്റൽ ലെറ്റർ ജി ഉണ്ട്, ഇനി ഒരു സ്മോൾ ലെറ്റർ ജി വരും, രണ്ടുകൂടെ കൺഫ്യൂസ്ഡ് ആവരുത്. അതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ ജി ആണ് ആദ്യം. ഓക്കെ, എ എന്താണോ ഇവിടെ എവിടാടാ മോനെ? എ എവിടാ? ഇവിടെ എവിടാ? എ അല്ല, എ അല്ല, ഇത് പ്രൊപ്പോർഷണൽ. പ്രൊപ്പോർഷണൽ, പ്രൊപ്പോർഷണൽ. എ അല്ല കേട്ടോ, പ്രൊപ്പോർഷണൽ. എ ആണെങ്കിൽ ഇങ്ങനാണോടാ എ എഴുതുന്നത്? ആണോ? എ ഇങ്ങനല്ലേ നമ്മൾ എഴുതുന്നത്? പ്രൊപ്പോർഷണൽ കേട്ടോ. ആര് എല്ലാരും പ്രൊപ്പോർഷണാലിറ്റി ഞാൻ പഠിപ്പിക്കണം എങ്ങനെ വരയ്ക്കേണ്ടതെന്ന്. ഇങ്ങനെ കേട്ടോ. ഓക്കെ, യെസ്, പറഞ്ഞോ. കാണിക്കാം. ഇതെല്ലാരും എഴുതി കഴിഞ്ഞോ? എല്ലാരും എഴുതി കഴിഞ്ഞോ? മുന്നത്തെ സ്ലൈഡ് കാണിക്കാം. എഴുതി കഴിഞ്ഞവർ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പഠിച്ചേ. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അവസാനത്തെ ഇക്വേഷൻ എല്ലാവരും ബോക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം F is equal to Gm1m2/d². ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം. പഠിച്ചേ ഇക്വേഷൻ പഠിച്ചേ, സ്റ്റേറ്റ്മെന്റ് പഠിച്ചേ. എന്തോ പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാല് നമുക്ക് എങ്ങനെയാ ഇവർ രണ്ടുപേരും തമ്മിൽ ബന്ധപ്പെടുന്നതെന്ന് കാണിക്കാനാ. ഓക്കെ, എങ്ങനെയാ ബന്ധം? ചിലപ്പോ ഒന്ന് കൂടുമ്പോ ഒരാൾ കുറയും, ചിലപ്പോ ഒരാൾ കൂടുമ്പോ മറ്റേ ആളും കൂടും. അവര് ബന്ധമല്ലേ, മറ്റേ ആളെ ഡിപ്പെൻഡ് ചെയ്യും ഇത് കൂടണോ വേണ്ട എന്ന് തീരുമാനിക്കാം അല്ലെ. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഒരാൾ കൂടുമ്പോ മറ്റേ ആളും കൂടും, അല്ലെ ഒരാൾ കുറയുമ്പോ മറ്റേ ആളും കുറയും, ഒരുപോലെ ഡയറക്ട്ലി. ഇൻവേഴ്സ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവേഴ്സ്ലി ഓപ്പോസിറ്റ് എന്നല്ലേ, അല്ലെ? ഒരാൾ കൂടുമ്പോ മറ്റേ ആൾ കുറയും, അല്ലെ ഒരാൾ കുറയുമ്പോ മറ്റേ ആൾ കൂടും. സോ ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. മനസ്സിലായോ? ഇവര് തമ്മിൽ എങ്ങനെയാണ് വാല്യൂ വൈസ് റിലേറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാണ് കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഒക്കെ ഉണ്ട്, നമുക്ക് അത് ഫില്ല് ചെയ്യാം. ഓക്കെ, നോക്കിക്കേ, ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്താൽ മതി. ഇതോ പറഞ്ഞോ. പെട്ടെന്ന് എഴുതണേ. ഷാരൻ വീഡിയോ എന്തിയെ? എവിടെ വീഡിയോ? എവിടെ? കഴിഞ്ഞോ? ആരായിരുന്നു എന്നോട് ചോദിച്ചേ? മാറ്റുവാണേ. ഹാഷ്യം വന്നല്ലോ. യെസ്. സോ നോക്കിക്കേ, ഫസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോവാണ്. മാസ് ഓഫ് ദ ബോഡീസ്. രണ്ട് ഒബ്ജക്റ്റ് നമ്മുടെ ഉണ്ട്, ഓരോന്നിന്റെ മാസുകൾ തന്നിട്ടുണ്ട്. ഒരു ഒബ്ജക്റ്റിന്റെ മാസ് 5, മറ്റേ ആളുടെ ഒബ്ജക്റ്റിന്റെ മാസ് 10. ഇനി ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 2. അപ്പൊ എല്ലാരും എഫ് കണ്ടുപിടിച്ചേ. ടേബിൾ ഫില്ല് ചെയ്യാൻ പോവാ, എല്ലാരും എഫ് കണ്ടുപിടിച്ചേ. Come on, quick. What is the equation of F? ആര് പറഞ്ഞു തരും എനിക്ക്? ആര് പറയും? ഫാത്തിമത്ത് പറഞ്ഞോ. എഫിന്റെ ഇക്വേഷൻ എന്നാ? F is equal to, നോക്കി പറഞ്ഞാലും മതി, ഇപ്പൊ പഠിച്ചല്ലേ ഉള്ളൂ. നമ്പർ അല്ല, ഇക്വേഷൻ പറ, അവസാനത്തെ ഇക്വേഷൻ. ബൈ d². ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയാണ്ട് എല്ലാം തന്നിട്ടുണ്ട്. M1 ഉണ്ട്, M2 ഉണ്ട്, D ഉണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ജി നമ്മൾ ജി തന്നെ അങ്ങ് എഴുതിക്കോ. ജി എല്ലായിടത്തും ജി ആണ്. ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോ സമയം എടുക്കും. അപ്പൊ ജി ആരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. ബാക്കി എല്ലാരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. M1 ഉണ്ട് 5, M2 എത്രയാ? 10 ബൈ d² എത്രയാ d? 2². വെരി ഗുഡ്. അപ്പൊ ജി ഇൻറ്റു എത്രയാ വരും? 50/4 വരുമോ? 5 × 10 50 ഡിവൈഡ് ബൈ 2² 4. 50/4 എത്രയാ? 12.5. So 12.5 G. 12.5 G. അടുത്ത ആള് സംഗീത്. അടുത്ത സംഗീതാണേ.
മാസുകൾ തന്നിട്ടുണ്ട് 10 and 10. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 2. ഇക്വേഷൻ എന്നാ മോനെ? F is equal to m1 into m2 divided by d. m1 എത്രയാ? 10. m2 ഓ 10. d ഓ 2 സ്ക്വയർ. വെരി ഗുഡ്. എത്ര വരും അപ്പോ? 100. 10 into 10 എത്ര? 100 അല്ലേ? 100/4. ആ ജി വിട്ടു പോകരുത് കേട്ടോ. അവിടെ ഒരു ജി കിടപ്പുണ്ട്. ജി അവിടെ ഇങ്ങനെ എഴുതി വരണം. എത്രയാ? 100/4 എത്രയാ? 20 അല്ലേ? 25 കേട്ടോ. 25 ജി. 25 ജി. മൂന്നാമത്തെ 10, 30, 2. ആരെന്നെ ഹെൽപ്പ് ചെയ്യും? പിന്നെ ആരെ ഇനി ഹെൽപ്പ് ചെയ്യാൻ പോന്നെ? ജെറിൻ പറഞ്ഞോ. ഇക്വേഷൻ എന്നാ? G is equal to F is equal to അല്ലേ? F is equal to G into M1. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. 10, 32. 30 into 10 by 2 square. Very good. എത്ര ആൻസർ? 30 into 10 എത്രയാ? 300. 300 by 4 എത്രയാ? 75. ഓക്കെ. ആൻസർ എത്ര വരും? 75 G. കിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? Is it? Yes. And Maria? തെറ്റാണോ? ആണ്. വൈഗ? ജസ്മി? ജോയൽ? ജോഷ കിട്ടുന്നുണ്ടോ? റിൻഷ? റിൻഷ എന്താണ് ആദ്യമായിട്ട് കാണുന്ന പോലൊക്കെ ഇരിക്കുന്നത്? ഇഷ്യൂ ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ അടുത്ത 3 എണ്ണം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇത് 6 പ്രോബ്ലം ചെയ്യുന്നതിന് തുല്യമാണ് നമ്മൾ ഈ ടേബിൾ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാരും ഫില്ല് ചെയ്യാം. ബാക്കി ടേബിൾ ഫില്ല് ചെയ്യണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ ഇല്ലേ? Is it? So first 3 we have done in our class, and rest of the 3 you should be doing by yourself. Okay, you should be doing by yourself. You know the equation, it's very simple, right? F is equal to G into m1 m2 by d square. m1 m2 d ഒക്കെ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാം? ഫോഴ്സിനെ എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഈ ഫോഴ്സിനെ ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ആണോ? യാ. F is equal to G into m1 m2 by d square ആണ്. സോ ഫോഴ്സ്, ഈ ഫോഴ്സ് ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാസുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആണോ? ആണോ? Is it guys? Yes or no? എങ്ങനെയാ ഡിപ്പെൻഡ് ചെയ്യുന്നേ? മാസ് കൂടിയാൽ ഫോഴ്സും കൂടും. ആണോ? ആണോ? രണ്ടുപേരും ന്യൂമറേറ്ററിലല്ലേ? ആണോ? Is it? So now what about distance? ഒരാൾ കൂടിയാ മറ്റേ ആൾ കുറയും അല്ലേ? ആണോ? ഫോഴ്സ് കൂടുതലാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവിടുത്തെ ഡിസ്റ്റൻസ് കുറവാണ്. ഒരാള് ഡിനോമിനേറ്ററില അല്ലേ? ഡിനോമിനേറ്ററില. അപ്പൊ ഈ ആള് കൂടിയാ ഫോഴ്സ് കുറയും അല്ലേ? As mass increases, force increases. As distance increases, force decreases. Force decreases. ഈ ഒരു കോൺസെപ്റ്റ് എല്ലാവരും ഓർത്ത് വെക്കണം, അല്ലെ ഭയങ്കര പാടായിരിക്കും കേട്ടോ. So now write this question, guys. Write this question. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് എഴുതിക്കേ. വേണ്ട, അത് എഴുതണ്ട. ഇതൊന്ന് എഴുതിക്ക എല്ലാരും. Two bodies, they are at a specific distance so as to attract each other. So I've got two objects here. അവരൊരു particular distanceല്
മാറ്റി വെച്ചേക്കാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, എഴുതിയിട്ട് പറയാം. 10 സെക്കൻഡ് സമയോടെ തരാം, പെട്ടെന്ന് എഴുതി. നോക്കിക്കേ, മതി മതി, എല്ലാരും നിർത്തിക്കോ. നോക്കിയാ, ഇങ്ങോട്ട് നോക്കിയാ, എല്ലാരും നോക്കിയാ, ലുക്കിയാ ഗൈസ്, മതി. പിന്നെ നമുക്ക് എഴുതാം. നോക്ക്, ഇപ്പൊ 2 ഒബ്ജക്റ്റ് ഉണ്ട്, അവര് ഡി ഡിസ്റ്റൻസ് മാറ്റി വെച്ചേക്കാണ്. ചോദ്യം ഇതാണ്, ഒരാളുടെ മാസ് ഡബിൾ ആക്കി. നിങ്ങൾക്കറിയാം 2 ഒബ്ജക്റ്റ് ഉണ്ട്. ദിസ് ഇസ് ഒബ്ജക്ട് 1 ആൻഡ് ദിസ് ഇസ് ഒബ്ജക്ട് 2. ഇസ് ഇറ്റ്? ആണോ? ആദ്യത്തെ ആളുടെ ഒബ്ജക്റ്റിന്റെ നമുക്കറിയാം, നമ്മൾ M1 എന്നും M2 എന്നാ പറയുന്നത്. ഇത് M1, അത് M2. ചോദ്യം ഇതാണ്, ഒരാളുടെ മാസ്, വൺ ഓഫ് ദ ബോഡീസ് മാസ് ഇസ് ഡബിൾഡ് 2 ടൈംസ്. ഡബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? 2 ആക്കി അല്ലേ? ഇരട്ടിയാക്കി, ഇൻറ്റു 2. അങ്ങനെയാണെങ്കിൽ എഫിന് എന്ത് സംഭവിക്കും? ഒരാളുടെ മാസ് കൂട്ടിയാൽ ഫോഴ്സ് കൂടുക, എങ്ങനെ? അതിന്റെ ചോദ്യം. അപ്പൊ കാണിക്കട്ടെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്സാമിന് വരും കേട്ടോ. ഓക്കെ, ഇപ്പൊ ചിലപ്പോ നിങ്ങളോട് ഇരിക്കുന്ന 2 പേരുടെ മാസ് ഡബിൾ ആക്കി എന്ത് സംഭവിക്കും, അല്ലെ ഒരാളുടെ മാസ് പകുതിയാക്കി എന്ത് സംഭവിക്കും? അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, മെത്തേഡ് ഇതാണ്. എല്ലാരും മെത്തേഡ് ഓർത്ത് വെക്കുക. വി നോ ദ നോർമൽ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു M1 M2 ബൈ ഡി സ്ക്വയർ. ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ. ഓക്കെ, ഇനി ചോദ്യം ഇതാണ്, ഒരാളുടെ മാസ് ഡബിൾ ആക്കി 2M1 ആക്കി. വാട്ട് ഡു യു മീൻ ബൈ ഡബിൾ? ഇൻറ്റു 2. ഇസ് ഇറ്റ്? 2M1. അപ്പൊ ആദ്യം 5 ആയിരുന്നെങ്കിൽ ഇപ്പൊ എത്ര? 2 ഇൻറ്റു 5, 10 ആയി. അതല്ലേ ഡബിൾ എന്ന് പറഞ്ഞ അർത്ഥം. ഓക്കെ, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ജി ഇൻറ്റു ഈ M1 പകരം അപ്പൊ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 2M1. M1 ഇപ്പൊ 2 ഡബിൾ ആയി, 2M1 ആയി, ഇൻറ്റു M2 ബൈ ഡി സ്ക്വയർ. ഈ 2നെ വെളിയിലോട്ട് എടുക്കുക. ബാക്കി ആരുണ്ട്? ഈ 2നെ വെളിയിലോട്ട് എടുത്താൽ എന്നുണ്ട്? ജി ഇൻറ്റു M1 ബൈ M1 M2 ബൈ ഡി സ്ക്വയർ. ഇതാരാ? നമ്മുടെ പഴയ ഫോഴ്സ് തന്നെയല്ലേ ബ്രാക്കറ്റ് കിടക്കുന്നു. ജി M1 M2 ബൈ ഡി സ്ക്വയർ. 2നെ വെളിയിലാക്കിയിട്ട് ബാക്കി എല്ലാതിനെ ഒരുമിച്ച് എഴുതിയേക്കാം. സോ 2 ടൈംസ് എഫ്. ഇസ് ഇറ്റ്? ആണോ? പുതിയ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? ഡബിൾ ആയി അല്ലേ? 2 ഇൻറ്റു എഫ് എന്ന് എഴുതാവോ? ഇസ് ഇറ്റ് ഗൈസ്? ഓക്കെ, സോ മാസ് ഡബിൾ ചെയ്താൽ ഫോഴ്സും ഡബിൾ ആയി. ഓക്കെ, ഫോഴ്സും ഡബിൾ ആയി. സോ നോക്കിക്കേ, ഒന്നുകൂടെ പറഞ്ഞുതരാം. 2 ഒബ്ജക്റ്റ് ഉണ്ട്, ഒരാളുടെ M2 M1, ഒരാളുടെ M2. അപ്പൊ ഒരാളുടെ മാത്രം ഡബിൾ ചെയ്തു, 2M1 ആയി. അപ്പൊ ഇക്വേഷൻ, നോർമൽ ഇക്വേഷൻ നമുക്കറിയാം, ജി ഇൻറ്റു M1 M2 ബൈ ഡി സ്ക്വയർ എന്നാണ്. അപ്പൊ നമുക്ക് വേണ്ടിയത് ഡബിൾ ആയപ്പോഴത്തെ ഫോഴ്സ് എത്രയാണെന്ന് അല്ലേ? ആണോ? ഡബിൾ ചെയ്തപ്പോ ഫോഴ്സിന് എന്ത് സംഭവിച്ചു? ഇപ്പൊ പുതിയ ഫോഴ്സ് ഞാൻ എഫ് ഡാഷ് എന്ന് എഴുതുവാണെങ്കിൽ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു ഈ M1 ഇനി M1 ആണോ? അല്ല, 2M1. അപ്പൊ 2M1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2M1 ഇൻറ്റു M2 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. ബാക്കി ഒന്നിനും ചേഞ്ച് ഇല്ല, M2 തന്നെ, ഡി സ്ക്വയർ തന്നെ, ചേഞ്ച് ഇല്ല. ഈ 2നെ എനിക്ക് വെളിയിലോട്ട് എടുക്കാവോ? അപ്പൊ ഞാൻ എടുക്കാൻ പോവാണ് 2. ബാക്കി എല്ലാത്തിനോട് ഒരുമിച്ച് എഴുതിക്കേ. ജി M1 M2 അവിടെ ഒറ്റയ്ക്ക് കിടപ്പുണ്ട്. സോ ജി ഇൻറ്റു M1 M2 ബൈ ഡി സ്ക്വയർ. ഇതിനെ ഞാൻ ബ്രാക്കറ്റിൽ ഇട്ടാൽ ഇതാരാ? ജി ഇൻറ്റു M1 M2 ബൈ ഡി സ്ക്വയർ. ഇതല്ലേ പഴയ എഫ് തന്നെ ആണോ? 2F എന്ന് എഴുതാവോ? അപ്പൊ പുതിയ ഫോഴ്സ് എന്ന് പറയുന്നത് പഴയതിന്റെ ഡബിൾ ആയി, 2 ടൈംസ് പഴയത്. പറഞ്ഞോ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഒരാളുടെ മാസ് ഡബിൾ ചെയ്താൽ ടോട്ടൽ ഫോഴ്സിന് എന്ത് സംഭവിച്ചു? ഡബിൾ ആയി. ഓക്കെ, എല്ലാരും ഒന്ന് എഴുതിക്കേ. എഫ് ഡാഷ് അല്ലേ പുതിയ ഫോഴ്സ് അല്ലേ വേണ്ടിയത്? നോർമൽ ഫോഴ്സ് നമുക്കറിയാം, ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സിനും മാറ്റം വരത്തില്ലേ? സെറ്റ്. അപ്പം നമ്മൾ അതിനെ വേറൊരു പേര് കൊടുക്കുകയാണ്, എഫ് ഡാഷ്. എഫ് ഡാഷ് ജി ഇൻറ്റു 2M1 M2 ബൈ ഡി സ്ക്വയർ. 2നെ വെളിയിലോട്ട് എടുത്തു, 2 ഇൻറ്റു പഴയ ഫോഴ്സ്.
അപ്പൊ 2 into f എന്ന്. ഇതാ മെത്തേഡ് കേട്ടോ. ശരി, എന്തോ കൊടുക്കണം. 1 അല്ല, f ഡാഷ്. പുതിയ ഫോഴ്സ് നിങ്ങൾക്ക് എന്ത് വേണേലും കൊടുക്കാം. f ന്യൂന്നോ എന്ത് വേണേലും കൊടുക്കാം കേട്ടോ. f ഡാഷ് എന്നോ അങ്ങനെ എന്തേലും കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്യണം കേട്ടോ. നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതിനകത്ത് ഒരു മാസം ഡബിൾ ആയി. ഇസ് ഇറ്റ് ഇതുപോലെ പല n നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് വൺ ഓഫ് ദ മാസ് ഇസ് ഡബിൾഡ് ആൻഡ് ദി മാസ് ഓഫ് ദി അതർ ഒബ്ജക്റ്റ് ഇസ് ട്രിപ്പിൾഡ്. ഇപ്പൊ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്, നമുക്കറിയാം ഒരാളുടെ m1 ഒരാളുടെ m2. ചോദ്യം ഇതാ, ഒരു എഴുതാൻ വരട്ടെ. ചോദ്യം ഇതാണ്, ഒരാളുടെ ഡബിൾ ആയി, മാസ് ഓഫ് വൺ ഒബ്ജക്റ്റ് ഇസ് ഡബിൾഡ്, സോ 2m1. അതുകൊണ്ട് കഴിഞ്ഞില്ല, മറ്റേ ആളുടെ മാസ് ട്രിപ്പിൾ ആയി. ട്രിപ്പിൾ ആന്ന് പറഞ്ഞാൽ എന്താ? 3 times 3m2. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേനി. സബ്സ്റ്റിറ്റ്യൂട്ട് മെത്തേഡ് നിങ്ങൾക്ക് അറിയാലോ. നോർമലി നിങ്ങൾ ഇക്വേഷൻ എഴുതണം, f is equal to gm1m2/d². നോർമൽ ഇക്വേഷൻ. പിന്നെ നമുക്ക് പുതിയ ഫോഴ്സ് ആവേണ്ടി അല്ലേ, ആണോ? ഈ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ട് പുതിയത് എന്താകും എന്നുള്ളതാണ് നമ്മുടെയും കൺഫ്യൂഷൻ. സോ f ഡാഷ് വിൽ ബി ഈക്വൽ ടു g, മാറ്റമില്ല, m1 m2 നല്ലേ മാറ്റം, ആണോ? ഒരാളുടെ 2m1 ആയി, ഒരാളുടെ 3m2 ആയി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2m1 into 3m2 divided by d². 2 into 3 എത്രയാ? 6. 6നെ എനിക്ക് വെളിയിലോട്ട് എടുക്കാവോ? 6. ബാക്കി എന്തുണ്ട്? gm1 m2 ഇല്ലേ അവിടെ, ആണോ? ഡിവൈഡഡ് ബൈ d². ഇത് ബ്രാക്കറ്റ് ഇട്ടാൽ എന്ത് വരും? 6f. Is it? മെത്തേഡ് മനസ്സിലായോ? സംഗീതത്തിന് കിട്ടിയോ? അപ്പോ ഒരാളുടെ ഡബിൾ ആക്കി ഒരാളുടെ ട്രിപ്പിൾ ആക്കി കഴിഞ്ഞാൽ ഫോഴ്സിന് എന്ത് സംഭവിച്ചു? 6 times കൂടി. ഓക്കെ, 6 times കൂടി. Force is increased by 6 times. You should write this there. Okay, force is increased by 6 times. Very important. ഫോഴ്സിന് എന്ത് സംഭവിച്ചു എന്നാ നമുക്ക് അറിയേണ്ടത്. ഇതോ ഡാഷ്, അത് പുതിയ ഫോഴ്സ് അല്ലേ മോനെ? മാസുകൾ മാറുന്നില്ല എങ്കിൽ നമുക്ക് നോർമൽ. മാസുകൾ മാറി സ്ഥിതിക്ക് ഫോഴ്സ് മാറും. അപ്പൊ ഫോഴ്സ് മാറുന്നു എന്ന് കാണിക്കാനാണ് പുതിയ ഫോഴ്സിന് f ഡാഷ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. ഓക്കെ, ജോയൽ, ജോഷുവ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഈ പ്രോബ്ലം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ എനിക്ക്? അൺമ്യൂട്ട് ചെയ്യടാ. നിനക്ക് ഇത്ര നാണോ ക്ലാസ്സില്? പറ. നല്ല നെറ്റ്വർക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല, കേൾക്കുന്നില്ല. പറഞ്ഞോ. എന്താ ടീച്ചറെ പറയണ്ടെന്ന്? നീ ഒന്നും പറയണ്ട, അവിടെ ഇരുന്നോ. എല്ലാം വിട്ടുവിട്ടാ കേൾക്കുന്നത്. എഴുതി കഴിഞ്ഞോ എല്ലാരും? കഴിഞ്ഞോ? അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോ. ഒരാള് ഡബിളും ഒരാള് ട്രിപ്പിളും ആയില്ലേ? ബാക്കിയല്ല മോളെ, നമ്മൾ ഓരോന്ന് ചെയ്യുക. ക്വസ്റ്റ്യൻ വായിച്ചേ. If one of the mass of one of the object is doubled and the other one is tripled. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേ. അടുത്ത ക്വസ്റ്റ്യൻ ആരാ എന്നോട് ചോദിച്ചത്? ആരാ ചോദിച്ച? പേര് പറ. കേക്കുന്നില്ല. എടാ മോനെ, ഞാൻ കളഞ്ഞല്ലോ, പിന്നെ കാണിക്കാം.
ഓക്കെ, അടുത്ത നോക്കിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ ഡിസ്റ്റൻസ് ഇസ് ഡബിൾ, ഡിസ്റ്റൻസ് ഡബിൾ ആയി. ചെയ്തേ എല്ലാരും ചെയ്തോ. ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ ചെയ്യുക. സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഡൗട്ട് ഉള്ളവര് വരച്ചങ്ങ് നോക്കി ചെയ്താൽ മതി. രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്, ഒരാളുടെ M1 ഒരാളുടെ M2. ഇവിടെ ഡബിൾ ആയത് ആരാ? മാസാണോ? ഡിസ്റ്റൻസ് ആ ഡബിൾ ആയത്. സോ 2D ആയി. ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 times d, 2D. ഇനി ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ പറഞ്ഞ ഫോഴ്സിന് എന്ത് സംഭവിച്ചു എന്നാ വേണ്ടിയത് കേട്ടോ. So what is the equation of force? F is equal to G into M1 M2 by D square. M1 M2 ഒന്നും മാറ്റമില്ല. M1 M2 അതുപോലെ തന്നെ, ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആരും അതേ പിടിച്ച് തൊടരുത്. D സ്ക്വയർ ആണ് മാറാൻ പോകുന്നത് കേട്ടോ. എത്രയായി? 2D ആയി. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് F dash is equal to G into M1 M2 by 2D the whole square. ഇവിടുത്തെ ഡിസ്റ്റൻസ് 2D ആയി. So 2D whole square, distance square, 2D square. എത്ര വരും? F dash is equal to Gm1 M2 by 4D square. 4. 2 square D square. 2 square 4 D square. എന്തോ ചെയ്ത് നോക്കിക്കേ. ഫാത്തിമത്ത് തന്നെ ചെയ്ത് നോക്കിക്കേ. ഇങ്ങോട്ട് നോക്കി ചെയ്യരുത്, തന്നെ ചെയ്ത് നോക്കിക്കേ. 4 എങ്ങനെ വന്നേ? 2 square 4 അല്ലേ? 2D the whole square. തന്നെ ചെയ്യ, ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് തന്നെ ചെയ്യ. മാത്സ് ഒക്കെ ചെയ്യാൻ അറിയാലോ, തന്നെ ചെയ്ത് നോക്കിയേ. 4D square, 2D the whole square. ആര് 2 D ബ്രാക്കറ്റ് ഇടാൻ വിട്ടുപോയി. ഇവിടുത്തെ D 2D ആ. So 2D the whole square. So 4D square. So ഇനി എന്ത് ചെയ്യണം? 1/4 വെളിയിലോട്ട് എടുക്കാം. മേളത്തെ ഒരു 1ഉം താഴത്തെ ഒരു 4ഉം വെളിയിലോട്ട് എടുത്ത് ബാക്കിയുള്ളതിനെ ഒരുമിച്ച് എഴുതിക്കോ. G into M1 M2 by D square. ഇതാരാ? 1/4F ആണോ? 1/4 പഴയ F. ഫോഴ്സിന് എന്ത് സംഭവിച്ചു? ഡിസ്റ്റൻസ് ഡബിൾ ആക്കിയപ്പോ ഫോഴ്സ് 1/4 ആയി. 1/4F. ഓക്കെ, ഗോട്ട് ഇറ്റ്? മനസ്സിലാവുണ്ടോ? ഓക്കെ, സോ സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. സിമ്പിൾ മാത്തമാറ്റിക്സ്. ഡബിൾ ട്രിപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. കോൺസ്റ്റന്റ് വാല്യൂവിനെ പുറത്തെടുത്തിട്ട് ബാക്കിയുള്ളതിനെ ഒരുമിച്ചാക്കിയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും കേട്ടോ. 1/4F. 1/4F. ഒരു ഡിനോമിനേറ്ററിൽ ഒരു 4 ഉണ്ടോ? ന്യൂമറേറ്ററിൽ ഞാനൊരു 1 എന്നെടുത്താൽ പ്രശ്നമുണ്ടോ? 1 എന്നെടുക്കാലോ വെറുതെ അല്ലേ. അപ്പൊ 1/4 നിൽക്കും. ഡിനോമിനേറ്റർ മാത്രം നമ്മളൊരു സാധനത്തെ വെള്ളോട്ട് എടുക്കുക, 1 എന്നിടാം. അപ്പൊ നമുക്ക് 1/4 നിൽക്കും. 1/4. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും 2 ക്വസ്റ്റ്യൻ ഞാൻ തരാം, ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരിക. ഇഫ് ദ ഡിസ്റ്റൻസ് ഇസ് ഹാഫ്, D/2 ആക്കി എന്ത് സംഭവിക്കും? ഫോഴ്സിന് എന്ത് സംഭവിക്കും? ഇഫ് ദ ഡിസ്റ്റൻസ് ബിക്കം 1/4, ഡിസ്റ്റൻസ് D/4 ആക്കി, ഹാഫ് 1/4 ആക്കി, അപ്പൊ ഫോഴ്സിന് എന്ത് സംഭവിക്കും? ഇത് 2 ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരിക കേട്ടോ. ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ചെയ്തു തരാം. ഇതെല്ലാരും ചെയ്യണം. ഇത് എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ കേട്ടോ. ഷുവർ ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻസ് ഇഫ് മാസ് ഇസ് ഡബിൾ, മാസ് ഇസ് ട്രിപ്പിൾ, ഡിസ്റ്റൻസ് ഇസ് ഹാഫ്, ഡിസ്റ്റൻസ് ഇസ് ഡബിൾ, ഡിസ്റ്റൻസ് ഇസ് ട്രിപ്പിൾ, ഡിസ്റ്റൻസ് ഇസ് 1/4, 1/6, അങ്ങനെ പല രീതിയിൽ ചോദിക്കാം. ഓക്കെ, ഇതുപോലെ ഒരു പാറ്റേൺ എക്സാം ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, ശരി. അടുത്തത് നമ്മൾ മുന്നേറാൻ പോവാണ്. അപ്പൊ ഒരു പ്രോബ്ലം ചെയ്തേ. ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ആരും എഴുതി എടുക്കണ്ട, സ്ക്രീൻഷോട്ട് എടുക്കുക.
ക്വസ്റ്റ്യൻ എഴുതിക്കേ. കാൽക്കുലേറ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ചിൽഡ്രൻ ഓഫ് മാസ് 40 kilogram and 50 kilogram when they are 2 meter apart. പ്രോബ്ലം ചെയ്യാം. നമ്മൾ ഇതുപോലത്തെ ഒരു 6 ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്തിട്ടുണ്ട്. ടേബിളിൽ ഫിൽ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, പെട്ടെന്ന് ചെയ്യാം. നമുക്ക് ഇനിയും ടോപ്പിക് പഠിക്കാനുണ്ട്. ഞാൻ ഇത്ര എഴഞ്ഞ ഇന്ന് പോയത്. ഈ പ്രോബ്ലം നമുക്ക് 2 മിനിറ്റിനകത്ത് തീർക്കണം. പെട്ടെന്ന് ചെയ്തോ. കാൽക്കുലേറ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. കാൽക്കുലേറ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ചിൽഡ്രൻ ഓഫ് മാസസ് 40 kilogram and 50 kilogram when they are 2 meter apart. ചെയ്യ് നോക്കിയിരിക്കല്ലേ, ചെയ്തേ. യാ, 2 ചിൽഡ്രൻ ഉണ്ട്. അവരുടെ മാസുകൾ തന്നിട്ടുണ്ട്. ഒരാളുടെ 40 കിലോഗ്രാമും ഒരാളുടെ 50 കിലോഗ്രാം അല്ലേ, ആണോ? ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? 2 മീറ്റർ. എഫ് കണ്ടുപിടിച്ചേ എല്ലാരും. എഫ് കണ്ടുപിടിച്ച് എന്തോ ഇക്വേഷൻ? എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 m2 ബൈ ഡി സ്ക്വയർ ആണോ? അതുകൊണ്ട് m1 m2 എല്ലാം ഇവിടെ ഉണ്ട്. 40 കിലോഗ്രാം 50 കിലോഗ്രാം, ഡിസ്റ്റൻസ് ഉണ്ട് 2 ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ജി ഇൻറ്റു m1 ഉണ്ട്, m2 ഉണ്ട്, ഡി 2 മീറ്റർ ഉണ്ട്. ഷാനൻ ആ ജിയുടെ വാല്യൂ കൂടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനൽ ആൻസർ വേണം കേട്ടോ. ജിയും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇക്വേഷൻ ജിയുടെ വാല്യൂ എത്രയാ? കോൺസ്റ്റന്റ് ആണ്. 6.67 into 10⁻⁻11 ആണോ? ഞാൻ പറഞ്ഞായിരുന്നു കാണാപ്പാടം പഠിക്കണമെന്ന്. ഇക്വേഷൻ എന്നാ എഫിന്റെ? എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 m2 ബൈ ഡി സ്ക്വയർ. ഇക്വേഷൻ ആരും മറന്നു പോകല്ലോ കേട്ടോ. ജി വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം ഇവിടെ ഉണ്ട്. m1 m2 ഡിയും ജിയും എല്ലാം ഇവിടെ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആരും ഇത് നോക്കി എഴുതണ്ട, ഇത് തന്നെ ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ട് ജി m1 m2 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. ജിയുടെ വാല്യൂ ഇത് ജി ഇൻറ്റു m1 ഇൻറ്റു m2 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ. എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ഇത്രയും ന്യൂട്ടൺ. ഫോഴ്സിന്റെ യൂണിറ്റ് എന്നാ? ന്യൂട്ടൺ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ആദ്യം എന്ത് ചെയ്യണം? 50 into 40 ചെയ്യാം എല്ലാരും. അതിന്റെ കൂട്ടത്തിൽ 6.67 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 3 പേരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 10⁻⁻11 അങ്ങനെ തന്നെ കിടന്നോട്ടെ, ആരും അതേ തൊടണ്ട. എന്നിട്ട് കിട്ടുന്ന ആൻസറിനെ ബൈ 4 ചെയ്യാം. 2 സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യാം. മെത്തേഡ് കിട്ടിയോ? 10⁻⁻11 ആരും ഇപ്പൊ തൊടണ്ട. ബാക്കിയുള്ളവരെ 3 പേരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ ഡിവൈഡ് ബൈ 4 ചെയ്യാം. എന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് ഈ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. 3335 into 10⁻⁻11. ന്യൂമറേറ്ററിൽ 10⁻⁻11 ഉണ്ട്. അത്രയും ന്യൂട്ടൺ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഇടുന്ന പോലെ എഴുതാൻ പറ്റും. 3.335 എന്ന് എഴുതുവാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ബൈ 1000 ചെയ്യണം അല്ലെ. 3 ഡെസിമൽ പ്ലേസ് അല്ലേ മാറ്റുന്നത് ഇവിടെ, ആണോ? 1 2 3. ഇപ്പൊ 3 ഡെസിമൽ പ്ലേസിനെ മാറ്റുമ്പോൾ ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. അപ്പൊ എന്ത് വരും? 10⁻⁻8. 3 പോയിന്റ് എന്ന് എഴുതണം. 3 പോയിന്റ് എന്ന് എഴുതുമ്പോൾ 3 ഡെസിമൽ പ്ലേസ് ആണ് ഞാൻ മാറ്റിയത്, അതുകൊണ്ട് ബൈ 1000. അപ്പൊ 11 എന്നുള്ളത് 10 9 8 എന്ന് വരും. സോ 10⁻⁻8 3 കുറയും. അത്രയും ന്യൂട്ടൺ. ഓക്കെ ആണോ? തെറ്റല്ലേ? അപ്പൊ ഇതുപോലെ പ്രോബ്ലം ചോദിക്കും കേട്ടോ. ജിയുടെ വാല്യൂ എല്ലാവരും ഓർത്ത് വെക്കുക. ആരും കാണാപ്പാടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. സിമ്പിൾ മാത്തമാറ്റിക്സ് തന്നെയാണ്. വെരി സിമ്പിൾ മാത്തമാറ്റിക്സ്. ഓക്കെ ഫൈൻ. ഞാൻ പ്രൊസീഡ് ചെയ്യാൻ പോവാണ്.
അടുത്ത പ്രോബ്ലത്തിലോട്ട് കയറാൻ പോവാണ്. സോ നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു M1 M2 ബൈ ഡി സ്ക്വയർ അല്ലേ? ജി ഇൻറ്റു M1 M2 ഡിവൈഡ് ബൈ ഡി സ്ക്വയർ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനൊരു എർത്തും, ഇനി എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, ഞാനൊരു എർത്തും ഒരു ആപ്പിളും എടുത്തു. എർത്തും ഒരു ആപ്പിളും. എർത്തിനെ വെച്ച് നോക്കുമ്പോ ആരാ ഇത്? കുഞ്ഞു സാധനല്ലേ ആപ്പിള്, ആണോ? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം? ഞാൻ ഈ ഡി സ്ക്വയറിന് പകരം ഞാൻ എന്ത് ചെയ്യാം? റേഡിയസ് ഓഫ് ദി എർത്ത് എന്ന് എടുത്തു. അടുത്ത ഡിസ്റ്റൻസിനെ എങ്ങനെ എടുത്തു? റേഡിയസ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ബാക്കി എർത്ത് അല്ലേ വലുത്, ആപ്പിൾ ചെറുതല്ലേ? ആപ്പിൾ ചെറുതല്ലേ, അപ്പൊ സ്മോൾ ലെറ്റർ എം എന്ന് കൊടുക്കാം. ഇതാൾക്ക് ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് കൊടുക്കാം. എർത്ത് വലിയ ആളായതുകൊണ്ട് ഞാൻ എം എന്ന് കൊടുക്കും, ക്യാപിറ്റൽ ലെറ്റർ. ആപ്പിൾ ഒരു ചെറിയ മാസം ആയതുകൊണ്ട് സ്മോൾ ലെറ്റർ എം എന്ന് കൊടുക്കും. ഡിസ്റ്റൻസ് ഞാൻ റേഡിയസ് ഓഫ് ദി എർത്ത്. ആപ്പിൾ ഇച്ചിരിയല്ലേ ഉള്ളൂ അല്ലേ, ആണോ? അവിടെ അതിന്റെ ഡിസ്റ്റൻസ് ഒന്നും നമുക്ക് കൂട്ടാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എന്ത് എഴുതി? ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാം. M1 പകരം ക്യാപിറ്റൽ ലെറ്റർ എം എന്നും M2 പകരം സ്മോൾ ലെറ്റർ എം എന്നും ഡിക്ക് പകരം റേഡിയസ് എന്നും കൊടുക്കാം. ഓക്കെ, ഇക്വേഷൻ എല്ലാവരും ഓർത്തിരിക്കുക. എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു MM ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇവിടുത്തെ ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് പറയുന്നത് എർത്തിന്റെ മാസ്, വലിയ ആള്. സ്മോൾ ലെറ്റർ എം എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്ട് ഏതാണോ എർത്ത് അട്രാക്ട് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിന്റെ മാസ്, സ്മോൾ ലെറ്റർ. ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ദി എർത്ത്. ആ ഡിസ്റ്റൻസിന് വരെ ഞാൻ റേഡിയസ് ഒരു ഡിസ്റ്റൻസ് അല്ലേ? സെറ്റ് റേഡിയസ് ഡയമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഡിസ്റ്റൻസ് തന്നെ അല്ലേ? സോ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ആരും ഇനി ഓരോന്നൊന്നും എഴുതണ്ട. ഇൻ ദ കേസ് ഫോർ ദ കേസ് ഓഫ് എർത്ത് എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഫോർ ദ കേസ് ഓഫ് എർത്ത് we can rewrite the equation as F is equal to G into capital letter M into small letter m by R square. രണ്ട് ഒബ്ജക്റ്റുകൾ നമ്മൾ ഒന്ന് എർത്തായിട്ട് എടുത്താൽ ഇതാണ് ഇക്വേഷൻ. ഓക്കെ, മനസ്സിലായോ? തെറ്റാണോ? ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി, വേറെ ഒന്നും എഴുതണ്ട. ഇക്വേഷൻ F is equal to G MM by R square. ഓക്കെ, നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം, സമയമില്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി വരും. അപ്പൊ എല്ലാവരും ഇക്വേഷൻ ഓർത്ത് വെക്കുക. F is equal to G MM by D square, G MM by R square. ഇക്വേഷൻ ഓർത്ത് വെക്കുക, പ്രോബ്ലം ഒക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, സോ എല്ലാവർക്കും പോയി എക്സാം എഴുതാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്ന് പഠിപ്പിച്ചാൽ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, എല്ലാവരും ചെയ്തിട്ട് വരണം. ചെയ്തിട്ട് ഇന്ന് നമ്മൾ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ അല്ലേ? വളരെ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. ഒരു ലോയും അതെങ്ങനെ ഡബിൾ ചെയ്താ ട്രിപ്പിൾ ചെയ്താ എന്ത് സംഭവിക്കും, അങ്ങനെ ചെറിയ ചെറിയ ടോപ്പിക്സാ പഠിച്ചത്. സോ അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം. ഓക്കെ, ഫൈൻ. സോ എല്ലാവരും പോയി എക്സാം എഴുതുക. ഡു യു നോ ഹൗ ടു അറ്റൻഡ് ദി എക്സാം? ഇഫ് യു ഡോണ്ട് നോ യു ക്യാൻ ജസ്റ്റ് റേസ് യുവർ ഹാൻഡ്സ്. എഴുതാൻ അറിയത്തില്ല എങ്കിൽ കൈ പൊക്കിയാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഫാത്തിമത്തിന് അറിയോ? എന്തോ ആക്ടിവേറ്റ് ചെയ്യാം, അല്ല ആക്ടിവേറ്റ് അല്ല, റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്തോണ്ടിരിക്കുക, കിട്ടും. രണ്ട് മിനിറ്റ് കൂടെ റിഫ്രഷ് ചെയ്താൽ മതി, ചിലപ്പം ആക്ടിവേറ്റ് ആവാത്തായിരിക്കും. യെസ്, വന്നിട്ടില്ലേ? ഓക്കെ, വെയിറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഒരു 2 മിനിറ്റ് ഒന്ന് നോക്കുക, കിട്ടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റിഫ്രഷ് ചെയ്തേ. ആര്യ ടീച്ചർ, സ്റ്റെഫി ടീച്ചർ വന്നിട്ടുണ്ടോ? ഇല്ല. സ്റ്റെഫി ടീച്ചർ എക്സാം ആക്ടിവേറ്റ് ആണോ എന്ന് എങ്ങനെയാ ചെയ്യുന്നേ? നോക്കുന്നേ 9th. ആ, ഇത് ആക്ടിവേറ്റഡ് ആയിരിക്കും. നിങ്ങൾ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാം കേട്ടോ. ആ, അല്ല, ഓക്കെ. അപ്പൊ എല്ലാരും ഹോംവർക്ക് ഒക്കെ ചെയ്യാ കേട്ടോ. ഹോംവർക്ക് ചെയ്യാ. നിങ്ങൾ ഒരു 2 മിനിറ്റും കൂടെ 2-3 മിനിറ്റ് കൂടെ റിഫ്രഷ് ചെയ്യാം. എക്സാം എഴുതിയിട്ടേ പോകാവൂ കേട്ടോ. ഓക്കെ.
റിഫ്രഷ് ചെയ്ത് ആശയം ചെയ്തോണ്ടിരിക്കുകയാണ്. നടക്കട്ടെ. ഓക്കെ, വെയിറ്റ് ചെയ്യ്. ഫാത്തിമത്തിന് എക്സാം എങ്ങനെ എഴുതണ്ടേന്ന് അറിയുവോ? എഴുതിയായിരുന്നു അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഒന്ന് കിട്ടിയോ? ലീവ് കേട്ടോന്നോ? കിട്ടിയിട്ടില്ല, ഒന്ന് വെയിറ്റ് ചെയ്തേ, കിട്ടിയിട്ട് പോയാ മതി. അങ്ങനൊന്നും നിങ്ങളെ ഞാൻ വിടില്ല. കിട്ടിയോ? ഇല്ല അല്ലേ? ഒരു സെക്കൻഡ്. എല്ലാരും ഇന്ന് പഠിപ്പിച്ച് ഒന്നുകൂടെ പഠിച്ച് ഇക്വേഷൻസ് ഒക്കെ എല്ലാരും ഒന്നുകൂടെ നോക്കിക്കേ. റിഫ്രഷ് ചെയ്തോണ്ടിരിക്കുക. മുട്ടുവെയിൽ തുറക്കപ്പെടുന്നല്ലേ? ആണോ? എല്ലാരും റിഫ്രഷ് ചെയ്തോണ്ടിരിക്കുക. ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടും. കിട്ടിയോ? ഒന്ന് വെയിറ്റ് ചെയ്യാ. കിട്ടും. റിഫ്രഷ് ചെയ്ത് എല്ലാരും ഒന്നുകൂടെ. വന്നിട്ടില്ല അല്ലേ? വന്നു. ഓക്കെ. അപ്പൊ എല്ലാരും ഒന്നുകൂടെ റിഫ്രഷ് ചെയ്തേ. ഇപ്പൊ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. യെസ്. സോ ഞാൻ ലീവ് ചെയ്യട്ടെ. ഓക്കെ, ലീവ് ചെയ്യാൻ പോവാണ്. സോ അടുത്ത ക്ലാസ്സിൽ എല്ലാവരും പഠിച്ചിട്ട് വരണം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരിക്കും അടുത്ത ക്ലാസ്സിൽ ക്ലാസ് തുടങ്ങുന്നത് കേട്ടോ. ഓക്കെ, സോ ബൈ ഗൈസ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.